ഹലോ കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡിലെ മാത്സ് ചാപ്റ്റർ 3 ട്രയാങ്കിൾസ്. ഇതിൻ്റെ പാർട്ട് 4 ആണ്. പേജ് നമ്പർ 55-56 പിക്ചേഴ്സാണ് ഇന്ന് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. പേജ് നമ്പർ 55 ക്വസ്റ്റ്യൻ: കാൺട്ട് യു ഡ്രോ എ പിക്ചർ ലൈക്ക് ദി വൺ ബിലോ? ഈ പിക്ചർ വരയ്ക്കുന്നതിനായിട്ട് നമുക്ക് ആദ്യം ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. ഇതിൽ ടെക്സ്റ്റിൽ തന്നിട്ടുള്ളത് ആദ്യം 6 സെൻറ്റിമീറ്ററുള്ള ലൈനാണ്, പിന്നെ 4 സെൻറ്റിമീറ്റർ, ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. 6 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ. ആദ്യം 6 സെൻറ്റിമീറ്ററിലൊരു ട്രയാങ്കിൾ വരയ്ക്കാം. അതിന് 50 ഡിഗ്രി നമ്മൾ എടുക്കുക. നമ്മുടെ പ്രൊട്രാക്ടറിൻ്റെ മിഡ് പോയിൻ്റ് നമ്മളിവിടെ വയ്ക്കുക. ഇത് 50 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ റൈറ്റ് സൈഡിൽ നിന്നും 0, 10, 20, 30, 40, 50 ഇവിടെയാണ് നമുക്ക് ഡോട്ട് വരുന്നത്. ഇനി ഇത് നീട്ടി വരച്ചു കൊടുക്കാം. അതുപോലെ 6 സെൻറ്റിമീറ്ററിൻ്റെ റൈറ്റ് സൈഡിൽ നിന്നും 70 ഡിഗ്രിയാണ് എടുക്കേണ്ടത്. പ്രൊട്രാക്ടറിൻ്റെ മിഡ് പോയിൻ്റ് ഇവിടെ വെച്ചിട്ട് നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ നിന്നും 0 എണ്ണണം. 0, 10, 20, 30, 40 അങ്ങനെ എണ്ണുമ്പോൾ 70 ഡിഗ്രി അല്ലേ, അവിടെ 70യിൽ ഒരു പോയിൻ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കത് നീട്ടി വരച്ചു കൊടുക്കുക. രണ്ട് പോയിൻറ്റുകൾ ഇത് നീട്ടി വരച്ചു കൊടുക്കണം. അപ്പോഴേ അത് ജോയിൻറ്റ് ചെയ്യുന്ന സ്ഥലത്താണ്, ജോയിൻറ്റ് ചെയ്യുമ്പോഴാണ് നമുക്കൊരു ട്രയാങ്കിൾ കിട്ടുന്നത്. കണ്ടില്ലേ, ഇപ്പോൾ ഇവിടെ ജോയിൻ്റായി. ഇതാണ് ഫസ്റ്റ് ട്രയാങ്കിൾ. ഇവിടെ 50 ഡിഗ്രി, ഇവിടെ 70 ഡിഗ്രി. അതുപോലെ തന്നെ 4 സെൻറ്റിമീറ്റർ ഈ ലൈനിലും ഈ ഭാഗത്ത് 50 ഡിഗ്രി, ഈ ഭാഗത്ത് 70 ഡിഗ്രി എടുത്ത് അടുത്ത ട്രയാങ്കിൾ വരയ്ക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ എപ്പോഴും അളവെടുത്ത് വരയ്ക്കുന്നതിനെക്കാട്ടിലും ഈസി ആയിട്ട് നമുക്ക് സെറ്റ് സ്ക്വയർ വെച്ച് വരയ്ക്കാം. സെറ്റ് സ്ക്വയർ ഇങ്ങനെ ഈ ലൈനിൻ്റെ ഇത് പാരലായിട്ട് നമുക്ക് ഒരു ലൈൻ വരയ്ക്കണം. അപ്പോൾ സെറ്റ് സ്ക്വയറിൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഭാഗം ഇവിടെ വയ്ക്കുക. മറ്റേ പെർപെൻഡിക്കുലർ സൈഡിൽ നമുക്ക് സ്കെയിൽ വെച്ച് കൊടുക്കാം. അതിനുശേഷം പതുക്കെ ഇതിങ്ങോട്ട് നീക്കി കൊണ്ടുവരണം. ഈ പോയിൻ്റ് എത്തുമ്പോൾ നമുക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കാം. അത് നീട്ടി വരയ്ക്കണം. നമുക്ക് വരയ്ക്കാം. അടുത്തത് അത് കുറച്ച് നീട്ടി വരച്ചു കൊടുക്കാം. ഓക്കെ, അടുത്തത് ഈ ലൈനിൻ്റെ പാരലായിട്ട് ഇവിടെ നിന്നും ഒരു ലൈൻ വരയ്ക്കണം. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ സെറ്റ് സ്ക്വയർ വെച്ച് കൊടുക്കാം. സെറ്റ് സ്ക്വയർ വെച്ചിട്ട് ഈ പെർപെൻഡിക്കുലർ സൈഡിൽ സ്കെയിൽ വയ്ക്കുക. എന്നിട്ട് ഈ സെറ്റ് സ്ക്വയർ മെല്ലെ ഉയർത്തിക്കൊണ്ട് വരണം. ഈ പോയിൻ്റ് ഇല്ലേ, 4 സെൻറ്റിമീറ്ററിൻ്റെ ഈ പോയിൻ്റ് എത്തുമ്പോൾ നിർത്തുക. എന്നിട്ട് നമുക്ക് നീട്ടി വരച്ചു കൊടുക്കുക. കണ്ടില്ലേ, ഇപ്പോൾ നമുക്കിവിടെ മറ്റൊരു ട്രയാങ്കിൾ കിട്ടി. എക്സ്ട്രയൊക്കെ നമുക്ക് മാറ്റി കൊടുക്കാം. ഇതുപോലെ നമുക്ക് കുഞ്ഞു കുഞ്ഞു ട്രയാങ്കിൾ വരയ്ക്കണം. അതിനായിട്ട് നമുക്ക് വേറെ പ്രത്യേകിച്ച് അളവൊന്നും തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഈ തന്നിട്ടുള്ള ഈ രണ്ട് ട്രയാങ്കിളിൻ്റെയും ഈ മൂലകൾ തമ്മിൽ ചേർത്ത് നീളത്തിന് വരച്ചു കൊടുക്കുക. നീട്ടി വരയ്ക്കാം. അപ്പോൾ നമുക്ക് വലിയൊരു ട്രയാങ്കിൾ കിട്ടി. ഇനി ഇതിൻ്റെ ഉള്ളിൽ കുഞ്ഞു കുഞ്ഞു ട്രയാങ്കിൾ വരയ്ക്കാം.
അതിന് വീണ്ടും ഈ ലൈനിൻ്റെ പാരലായിട്ടൊരു ലൈൻ വരയ്ക്കുന്നതിന് നമുക്കിവിടെ സെറ്റ് സ്ക്വയർ വെച്ച് കൊടുക്കാം. അതിനുശേഷം സ്കെയിൽ ഇങ്ങനെ വയ്ക്കുക. സെറ്റ് സ്ക്വയർ മെല്ലെ ഉയർത്തിക്കൊണ്ടുവരണം. അപ്പോൾ ഇവിടെ നമ്മളൊരു ലൈൻ വരച്ചു. ഇനി ഈ ലൈനിന് പെർപെൻഡിക്കുലറായിട്ട് ഇവിടെ ഒരു ലൈൻ വരയ്ക്കും. അതിന് സെറ്റ് സ്ക്വയർ ഇങ്ങനെ വെച്ചതിന് ശേഷം സ്കെയിൽ വയ്ക്കുക. എന്നിട്ട് സെറ്റ് സ്ക്വയർ മെല്ലെ ഉയർത്തിക്കൊണ്ട് വന്നിട്ട് ഈ പോയിൻ്റ് എത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുക. ഈ പോയിൻ്റ് എത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇവിടെ ഒരു ലൈൻ വരയ്ക്കുക. അപ്പോൾ മൂന്നാമത്തെ ട്രയാങ്കിളായി. ഇനി ഈ ലൈനിന് പെർപെൻഡിക്കുലറായിട്ട് ഇവിടെ ഒരു ലൈൻ വരയ്ക്കണം. അതിന് സെറ്റ് സ്ക്വയർ ഇങ്ങനെ വയ്ക്കാം. ഈ ഭാഗത്ത് സ്കെയിൽ ഉറപ്പിച്ച് വയ്ക്കാം. എന്നിട്ട് മെല്ലെ നമ്മുടെ ഈ സെറ്റ് സ്ക്വയർ ഉയർത്തിക്കൊണ്ടുവരണം. ഈ പോയിൻ്റ് എത്തുമ്പോൾ നിർത്താം. അതിനുശേഷം ഇവിടെ നിന്നും ഇങ്ങോട്ടൊരു ലൈൻ. ഇവിടെ അടുത്തൊരു ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് കിട്ടി. ഇനി ഈ ലൈനിന് പെർപെൻഡിക്കുലറായിട്ട് ഇവിടെ ഇങ്ങനെ വയ്ക്കാം. സ്കെയിൽ ഇങ്ങനെ വെച്ചു. ഇനി സെറ്റ് സ്ക്വയർ മെല്ലെ ഉയർത്തിക്കൊണ്ട് വരിക. കണ്ടില്ലേ, ഇവിടെ എത്തുമ്പോൾ നിർത്താം. എന്നിട്ട് ഈ ലൈന് പാരലായിട്ട് നമുക്കൊരു ലൈൻ വരയ്ക്കാം. അതിനായിട്ട് സെറ്റ് സ്ക്വയർ ഈ ലൈൻ വയ്ക്കുക. അതിൻ്റെ മറ്റേ പെർപെൻഡിക്കുലർ സൈഡിൽ സ്കെയിൽ വയ്ക്കുക. എന്നിട്ട് സെറ്റ് സ്ക്വയർ മെല്ലെ ഉയർത്തിക്കൊണ്ടുവന്ന് ഈ പോയിൻ്റ് എത്തുമ്പോൾ നിർത്താം. എന്നിട്ട് ഇവിടെ ഒരു ലൈൻ വരയ്ക്കുക. അതിനുശേഷം ഈ ലൈനിന് പാരലായിട്ട് മറ്റൊരു ലൈൻ. അപ്പോൾ സെറ്റ് സ്ക്വയർ ഇങ്ങനെ വയ്ക്കാം. ഇവിടെ സ്കെയിൽ വയ്ക്കാം. എന്നിട്ട് മെല്ലെ ഉയർത്തിക്കൊണ്ട് വരിക. ഇവിടെ എത്തുമ്പോൾ നിർത്താം. അടുത്തത് ഈ ലൈനിന് പാരലായിട്ട്. അപ്പോൾ ആ ലൈനിൽ നമ്മൾ ഏത് ലൈനിൻ്റെ പാരലായിട്ടാണോ വെക്കേണ്ടത് അവിടെ സെറ്റ് സ്ക്വയറിൻ്റെ ഒരു പെർപെൻഡിക്കുലർ സൈഡ് വയ്ക്കുക. മറ്റേ ഭാഗത്ത് സ്കെയിൽ വയ്ക്കുക. എന്നിട്ട് മെല്ലെ സ്കെയിൽ നമ്മൾ നല്ലോണം ഉറപ്പിച്ച് നിർത്തണം. അതിനുശേഷം ഇങ്ങനെ മെല്ലെ ഉയർത്തി ഈ പോയിൻ്റ് എത്തുമ്പോൾ നിർത്താം. എന്നിട്ട് ഇവിടെ ഒരു ലൈൻ വരയ്ക്കുക. അടുത്തത് ഈ ലൈനിന് പാരലായിട്ട് ഒരു ലൈൻ വരയ്ക്കുക. അതിന് വീണ്ടും സെറ്റ് സ്ക്വയർ ഇങ്ങനെ വയ്ക്കാം. ഇവിടെ സ്കെയിൽ വയ്ക്കാം. എന്നിട്ട് മെല്ലെ ഉയർത്തി ഈ പോയിൻറ്റിൻ്റെ നേരെ വരുമ്പോൾ നിർത്തണം. എന്നിട്ട് ഇവിടെ ഒരു ലൈൻ വരയ്ക്കാം. വീണ്ടും ഇങ്ങനെ വയ്ക്കുക. ഇവിടെ എത്തുമ്പോൾ നിർത്താം. വീണ്ടും സെറ്റ് സ്ക്വയർ ഇങ്ങനെ വയ്ക്കാം. ഇപ്പോൾ നോക്കൂ, 7 ട്രയാങ്കിൾസ് ആയി. 1 2 3 4 5 6 7. അപ്പോൾ ഈ ട്രയാങ്കിളെല്ലാം നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇനി നമുക്കിത് കളർ അടിക്കാം. 56 പേജ് നമ്പറിലെ ക്വസ്റ്റ്യൻ, ക്യാൻ യു ഡ്രോ ദീസ് പിക്ചേഴ്സ് ബൈ ജോയിനിങ് മോർ ആൻഡ് മോർ സ്മോൾ ട്രയാങ്കിൾസ് ലൈക്ക് ദിസ്? ഇത് വരയ്ക്കുന്നതിനായിട്ട് നമുക്ക് ആദ്യം 6 സെൻറ്റിമീറ്റർ അളവിൽ ഒരു ലൈൻ വരയ്ക്കാം. അതിനുശേഷം ഇതേ 6 സെൻറ്റിമീറ്റർ അളവ് കോമ്പസിലെടുത്തതിന് ശേഷം
നമുക്ക് ഈ ലൈനിൻ്റെ രണ്ട് വശത്തിലെ പോയിന്റിൽ നിന്നും ഒരു ആർക്ക് വരച്ചു കൊടുക്കാം. അപ്പോൾ ഈ ആർക്ക് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നിടത്ത് ഒരു പോയിന്റ് കിട്ടും. ആ പോയിന്റും ഈ ലൈനും തമ്മിൽ നമുക്ക് യോജിപ്പിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കൊരു ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ കിട്ടി. ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ 3 സൈഡും ഒരേ അളവായിട്ടുള്ള ഒരു ട്രയാങ്കിൾ കിട്ടി. ഇതിപ്പം ഓരോ വശവും 6 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഈ ഓരോ വശത്തെ നമുക്ക് 3 ഭാഗങ്ങളായിട്ട് തിരിക്കണം. അപ്പോൾ 6 സെൻറ്റിമീറ്റർ അളവാണ്, അതിനെ 3 പാർട്സ് ആക്കണം. അപ്പം 6 ഡിവൈഡഡ് ബൈ 3 2 എന്ന് കിട്ടും. അപ്പോൾ 2 സെൻറ്റിമീറ്റർ അകലത്തിൽ ഓരോ പോയിൻറ്റ്സ് ഇട്ട് കൊടുക്കാം. ഇവിടെ ഒരു പോയിൻ്റ്, ഇവിടെ ഒരു പോയിൻ്റ്. അതുപോലെ ഈ ലൈനിലും 2 സെൻറ്റിമീറ്റർ അകലത്തിൽ ഓരോ പോയിൻറ്റ്സ് ഇട്ട് കൊടുക്കാം. ഈ വശത്തും 2 സെൻറ്റിമീറ്റർ അകലത്തിൽ പോയിൻ്റ് ഇട്ട് കൊടുക്കുക. ഇനി ഒന്നിടവിട്ടുള്ള പോയിന്റുകൾ തമ്മിൽ യോജിപ്പിച്ചു കൊടുക്കാം. ഈ 2 ട്രയാങ്കിളും ഈ 2 പോയിൻറ്റ്സും നമുക്ക് യോജിപ്പിച്ചു കൊടുക്കാം. അതുപോലെ ഈ 2 പോയിന്റും ഈ 2 പോയിന്റും. അപ്പോൾ ഉള്ളിലൊരു ട്രയാങ്കിൾ കിട്ടിയല്ലേ. അതുപോലെ മറ്റ് പോയിന്റുകൾ ഒന്നിടവിട്ടുള്ള ഈ പോയിന്റുകൾ യോജിപ്പിച്ചു കൊടുക്കാം. ഇപ്പോൾ 2 ട്രയാങ്കിൾ നമുക്കുള്ളിൽ കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഈ ഓപ്പോസിറ്റ് ഉള്ള പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യാം. ഇത് ഈ 2 പോയിന്റും അതുപോലെ ഈ പോയിന്റും ഈ പോയിന്റും തമ്മിൽ യോജിപ്പിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ആദ്യം സ്കെച്ച് കൊണ്ട് നമുക്ക് ഔട്ട്ലൈൻ, ബ്ലാക്ക് കളർ ഔട്ട്ലൈൻ കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമില്ലാത്തതൊക്കെ മായ്ച്ചു കളയാം. അതിന് ഇനി ഇത് ഈ പുറത്തുള്ള ഈ ട്രയാങ്കിളും കൂടി യോജിപ്പിക്കാം. അപ്പം നമുക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കാണാൻ കഴിയും. ഇനി ഈ പോയിന്റുകൾ തമ്മിൽ യോജിപ്പിക്കാൻ ഈ പുറത്തുള്ള ഇവിടെ ഓൾറെഡി ഉണ്ട്, അതുകൊണ്ട് വേണ്ട. ഇനി ഈ വശം ഇവിടെ ഉണ്ട്, ഇത് ഈ വശം. ഓക്കെ, ഇനി നമുക്ക് ഉള്ളിലുള്ള പെൻസിൽ കൊണ്ട് വരച്ച ആ ഭാഗങ്ങൾ മായ്ച്ചു കൊടുക്കുക. ഓക്കെ, ഈ പിക്ചർ നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇനി നമുക്കിത് കളർ അടിക്കാം.
അപ്പോൾ അടുത്ത ചിത്രം വരയ്ക്കാം. അതിനായിട്ട് നേരത്തെ വരച്ചതുപോലെ തന്നെ ഒരു 6 സെൻറ്റിമീറ്റർ അളവിൽ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. 3 വശവും 6 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ ഓരോ വശവും 3 ഡിവൈഡ് ചെയ്യുന്നതിന് വേണ്ടി 2 സെൻറ്റിമീറ്റർ അകലത്തിൽ പോയിൻറ്റ്സ് ഇട്ടിട്ടുണ്ട്. ഇത് ഇവിടെ ഒരു പോയിൻ്റ്, ഇവിടെ ഒരു പോയിൻ്റ്, ഈ വശത്ത് ഇവിടെ 2 പോയിൻ്റ്, താഴെയും പോയിൻ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ചെയ്ത അതുപോലെ തന്നെയാണ്. ഇനി നമുക്ക് വരയ്ക്കാനുള്ളത് നേരത്തെ ചെയ്തതുപോലെ ഒന്നിടവിട്ടുള്ള പോയിൻറ്റ്സുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു ട്രയാങ്കിൾ കിട്ടി. ഇനി ഈ പോയിൻറ്റ്സുകൾ തമ്മിൽ യോജിപ്പിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് മറ്റൊരു ട്രയാങ്കിൾ കൂടി കിട്ടും. അങ്ങനെ മൊത്തം 2 ട്രയാങ്കിളാണ് നമുക്ക് ഉള്ളിൽ കിട്ടുന്നത്. ഈ വലിയ ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ കിട്ടുന്നത് 2 ചെറിയ ട്രയാങ്കിൾസ്. ഇനി എന്ത് ചെയ്യാം? ഈ നടുവിലുള്ളതെല്ലാം മായ്ച്ചു കൊടുക്കാം. ഇത് സിമ്പിളായിട്ട് വരയ്ക്കാനുള്ളതാണ്. നമുക്ക് ഈ ഔട്ട്ലൈൻസ് എല്ലാം സ്കെച്ച് വെച്ച് വരച്ചതിന് ശേഷം മായ്ച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഉള്ളിലുള്ള പെൻസിൽ വരച്ചതെല്ലാം മായ്ച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ പിക്ചർ വരച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കളർ അടിക്കാം. അതിന് മുന്നേ ഈ സൈഡുകൾ തമ്മിൽ കൂടി യോജിപ്പിക്കാൻ, അത് വിട്ടുപോയി. ഇവിടെ ഓൾറെഡി വരച്ചിട്ടുണ്ട്. ഇനി 2 പോയിൻറ്റ്സ് ഇനി നമുക്കിത് കളർ അടിച്ചു കൊടുക്കാം. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. ക്ലാസ് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.